ഹലോ ഗൈസ്, അഹ്റാർ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പിക്സൽ ലാബിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സീരീസ് ചെയ്യാനാണ് നാം ഉദ്ദേശിക്കുന്നത്. പിക്സൽ ലാബിൻ്റെ സാധ്യതകൾ നമുക്ക് ആദ്യ എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. പിക്സൽ ലാബ് ഒരു ആൻഡ്രോയിഡ് ആപ്പാണ്. കമ്പ്യൂട്ടറിൽ പോസ്റ്റർ നിർമ്മിക്കുന്നത് പോലെ നമുക്ക് ഇതിൽ മികച്ച പോസ്റ്ററുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഈ പോസ്റ്റർ, ബിസിനസ് കാർഡ്, ബ്രോഷർ, അതുപോലെ ലോഗോ തുടങ്ങിയ ഒട്ടനവധി കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിലും ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് പിക്സൽ ലാബിലെ ടൂളുകളെ പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ലെയർ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ടെക്സ്റ്റ് സെലക്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ടൂളുകൾ എഡിറ്റ് ചെയ്യാൻ ഡിലീറ്റ് ബട്ടൺ, ഈ രണ്ട് ഓപ്ഷനുകൾ വരും. എഡിറ്റ് ചെയ്യുന്ന ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്താക്കാം, കുറേ ടൂളുകൾ കാണാം. ആദ്യത്തേത് പെൻസിൽ ഐക്കണാണ്. ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയ ടെക്സ്റ്റ് ചെയ്യാനും. അപ്പോൾ ഇവിടെ അഹ്റാസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനൊക്കെ ഈ ഐക്കൺ ഉപയോഗിച്ച് സാധിക്കും. നെക്സ്റ്റ് ഐക്കൺ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് ഉപയോഗിച്ച് കോപ്പി ചെയ്യാം. നമ്മുടെ ലെയറുകൾ, നമുക്ക് ടെക്സ്റ്റുകളൊക്കെ കോപ്പി ചെയ്യാം. അടുത്ത ഐക്കൺ നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് കൂട്ടാനുള്ളതാണ്. സൈസ് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള. അതുപോലെ നമുക്ക് ഇവിടെ പ്ലസ് ഐക്കൺ, മൈനസ് ഐക്കൺ ഉപയോഗിച്ച് ഇവിടെ കൂട്ടാനും കുറക്കാനും ഇങ്ങനെ സാധിക്കും. അതുപോലെ ഇത് ഉപയോഗിച്ചു ചെയ്യാം. ഇനി അല്ലാതെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിച്ച് ഇവിടെ ഉള്ളത് ഉപയോഗിച്ചിട്ട് നമുക്ക് സൈസ് കൂട്ടാനും കുറക്കാനും കഴിയും. അതുപോലെ ഇത് ഉപയോഗിച്ച് നമുക്ക് പാഡിങ് കൂട്ടാനും കുറക്കാനും സാധിക്കും. അതുപോലെ ഈ അടിയിലുള്ള ഈ കർവ് ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ടെക്സ്റ്റിനെ ഇങ്ങനെ കറക്കാനും റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെയുള്ള ഓപ്ഷനുകൾ, അതൊരു ഷോർട്ട് കീ ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ടൂളുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അടുത്ത റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ഈ ഓപ്ഷന് അതിവിടെ ടൂളായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. അതുപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പോൾ 0-ലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അതിനുള്ള ഓപ്ഷനാണത്. അടുത്തത് റിലേറ്റീവ് പൊസിഷൻ. നമ്മുടെ പൊസിഷൻ, അതായത് ലെഫ്റ്റിക്ക് റൈറ്റിക്ക് അതുപോലെ മേലെ താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ സെൻറ്ററിലൊക്കെ അലൈൻ ചെയ്ത് വെക്കാൻ വളരെ ഉപകാരപ്രദമാവും. അതുപോലെ നമ്മൾ ടെക്സ്റ്റിന് കളർ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഈ ബക്കറ്റ് കളർ. അതുപയോഗിച്ചിട്ട് നമുക്ക് കളർ കൊടുക്കാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള കളറുകൾ വേണമെങ്കിൽ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ എടുത്ത് അതിന് കൊടുക്കാം. ഗ്രേഡിയൻ്റ് കളറും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഓരോ ടെക്സ്റ്റിനും ഓരോ കളറാണ് കൊടുക്കേണ്ടതെങ്കിൽ നമ്മളിതാ ഇങ്ങനെ ഓരോ ടെക്സ്റ്റും സെലക്ട് ചെയ്ത് ഇങ്ങനെ കളറ് മാറ്റി കൊടുക്കാം. പക്ഷേ ഗ്രേഡിയൻ്റ് കളർ ഇതുപോലെ ഓരോ ടെക്സ്റ്റിന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. ഈ കളറ് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രേഡിയൻ്റ് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പം ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ മേലെ ഉള്ള ടെക്സ്റ്റ്, നമ്മളിപ്പോൾ ഒരു താഴെയുള്ള ടെക്സ്റ്റിനെ സെലക്ട് ചെയ്തു. ഇനി ഇതിനെ മേലോട്ട് കൊണ്ടുവരാനുള്ള ഓപ്ഷനാണിത്. ഇത് ക്ലിക്ക് ചെയ്താൽ ഈ ഫോണ്ട് ഇപ്പോൾ മേലേക്ക് എത്തി ഈ ടെക്സ്റ്റ്. ഇനി ഈ ടെക്സ്റ്റിനെ താഴോട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ താഴെയായി. അതിനുള്ള ഓപ്ഷനാണിത്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നത് ഡിലീറ്റ് ഓപ്ഷനാണ്. നമുക്ക് ഈ ലെയർ ആവശ്യമില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇവിടെ കൺഫർമേഷൻ മെസ്സേജ് വരും, അത് ഓക്കെ ചെയ്ത് കൊടുത്താൽ പോയി. പിന്നെ ഇത് അൺഡു ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ അൺഡു ചെയ്യാം. അതിനുള്ള ഓപ്ഷനാണ്. നമുക്കിപ്പോൾ ആവശ്യമില്ല, നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അടുത്തത് സൂം ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മുടെ ക്യാൻവാസ്, ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വർക്കുകൾ, അതായത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ ഐക്കണുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ സൂം ചെയ്ത് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണിത്.
നമ്മുടെ ക്യാൻവാസ് സൂം ചെയ്ത് വെക്കാം. എന്നിട്ട് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്താൽ ആ ക്യാൻവാസ് അവിടെ ലോക്കായി നിൽക്കും. പിന്നെ അങ്ങോട്ട് നീക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് ആ ടെക്സ്റ്റിനെ, അതായത് അതിലുള്ള ഓപ്ഷൻ ഐക്കണെ ആണെങ്കിലും ഇമേജിനാണെങ്കിലും നമുക്ക് ആവശ്യാനുസരണം എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഓപ്ഷനാണിത്, സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, അടുത്തത് നമ്മൾ പോസ്റ്ററിൽ ഗ്രിഡ് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ഈ മാഗ്നറ്റിക്കിൻ്റെ ഒരു ഐക്കൺ കണ്ടിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആയിട്ട് ഒരു മാഗ്നറ്റിക് എഫക്റ്റ് കിട്ടും. അതായത് ഗ്രിഡ് ലൈനിൻ്റെ അടുത്തെത്തുമ്പോൾ അത് അങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഇതായി നിൽക്കും. ഇത് നമുക്കിപ്പോൾ തൽക്കാലം ഒഴിവാക്കി, കണ്ടില്ലേ? അപ്പോൾ അതിങ്ങോട്ട് കറക്റ്റ് വലിക്കുന്നില്ല, ആ മാഗ്നറ്റിക് ഇതില്ല. ഇത് കസ്റ്റം ചെയ്യാനുള്ളതാണ്. നമുക്ക് ആവശ്യാനുസരണം ഇവിടെ കറക്റ്റ് ഇങ്ങനെ വെക്കാനും ആവശ്യമുണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനെ വെക്കാൻ സാധിക്കും. ഇതേപോലെ ലൈൻ ഇങ്ങനെ കൂട്ടാണ്ടതാണ്, താഴത്തേക്ക് ലൈന് അതുപോലെ മൈനസ് ചെയ്യാനും എല്ലാ ഓപ്ഷനാണ്. ഇത് പൊസിഷൻ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്. ഇനി അതുപോലെ ഇത് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് ഇപ്പം നമുക്ക് 2 മതി എന്നാണെങ്കിൽ നമ്മൾ 2 ക്ലിക്ക് ചെയ്തിട്ട് ഒറിജിനൽ വെർട്ടിക്കലായിട്ട് നമുക്ക് 2 മതിയെങ്കിൽ നമ്മൾ 2 കൊടുത്തു, 2 ആയിട്ട് വന്നു അല്ലേ? ഇതിനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇത് അത്രേ ഉള്ളൂ. അടുത്തത് ഇപ്പോൾ നമ്മളൊന്ന് കോപ്പി എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ലെയറുകളുണ്ട് ഇവിടെ. നമ്മൾ ഈ ലെയറിന് ഒരു കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 ലെയറുകളുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ ലെയറുകളുണ്ടോ നമ്മളെ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മൾ പോസ്റ്റർ ചെയ്യുന്ന പ്രതലം, അതിനാണ് നമ്മൾ ക്യാൻവാസ് എന്ന് പറയാം. അപ്പോൾ ആ ക്യാൻവാസിൽ ഉള്ള ലെയറുകളൊക്കെ നമുക്ക് ഈ ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ഇപ്പോൾ 2 ലെയറുകളാണുള്ളത്, 2ഉം ടെക്സ്റ്റുകളാണ്. അപ്പോൾ മേലെയുള്ള ടെക്സ്റ്റിനെ നമുക്ക് വേണമെങ്കിൽ താഴോട്ടൊക്കെ ആക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ താഴോട്ട് പോകും, തിരിച്ച് മേലോട്ട് ആക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ ഈ ടെക്സ്റ്റ് ഇപ്പോൾ സെലക്ട് ആയിരിക്കുന്ന ഈ ടെക്സ്റ്റ് ഇത് നമുക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. സെലക്ട് ചെയ്താൽ ഇതിനെ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ലോക്കായി ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമുക്കിപ്പം കുറേ ലെയറുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് ഇത് വളരെ ഉപകാരപ്രദം. നമ്മൾ മറ്റൊരു ലെയർമ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പം ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുമേലായിരിക്കും നമ്മുടെ ടെക്സ്റ്റ് കൊള്ളുക. അത് 2 അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്താൽ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ കറക്റ്റ് അയിമ ടച്ച് ചെയ്യാൻ സാധിക്കില്ല നമുക്ക്. ഇത് ലോക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് ഇപ്പോൾ ഇവിടെ ഉള്ളതുമേ കറക്റ്റ് സെലക്ട് ആവും. അതാണ് ഈ ഓപ്ഷൻ. ഇതിപ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ ലോക്ക് ആയതുകൊണ്ട് അതിനുള്ള ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ഈ ഇത് ഹൈഡ് ചെയ്താൽ വെക്കാൻ കഴിയും. ഇപ്പോൾ ഹൈഡായിട്ടുള്ളത്. അതുപോലെ ഇവിടെ കുറേ ഈ നേരത്തെ പറഞ്ഞ ടൂളുകളൊക്കെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ ഉണ്ട്. തൽക്കാലം നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അത്രേ ഉള്ളൂ ലെയർ. അടുത്ത ഐക്കൺ നമുക്കിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ കുറേ ഓപ്ഷനുകൾ കാണാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് വീണ്ടും ടെക്സ്റ്റ് വേണമെങ്കിൽ ഇതാ വീണ്ടും ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് നമുക്ക് കുറേ പോസ്റ്ററൊക്കെ ചെയ്യുമ്പോൾ കുറേ ടെക്സ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. അതനുസരിച്ച് തന്നെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ അടുത്ത ഓപ്ഷൻ കറണ്ട് ഡേറ്റ് ആണ്. കറക്റ്റ് റേറ്റ് നമുക്ക് ഇത് ലഭിക്കും. ഇപ്പോഴത്തെ ഡേറ്റ് ലഭിക്കാൻ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് വേണ്ട സ്റ്റിക്കറുകൾ ഇതിന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാനുള്ള ഓപ്ഷനാണിത്. ഓക്കെ, പിന്നെ ഉള്ള ഓപ്ഷൻ ഫ്രം ഗാലറി. അതിനുമുമ്പ് ഷേപ്സ് നോക്കാം. ഷേപ്സ് കുറേ ടൂളുകളുണ്ട് ഇതിൽ, കുറേ ഷേപ്സുകളുണ്ട് ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്സ് സെലക്ട് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം കളർ കൊടുക്കാനും ഗ്രേഡിയൻ്റ് വേണമെങ്കിൽ ഗ്രേഡിയൻ്റൊക്കെ കൊടുക്കാൻ
സാധിക്കും. അതുപോലെ ഇതിന് സ്ട്രോക്ക് കൊടുക്കാനും സ്ട്രോക്കിൻ്റെ ഒപ്പാസിറ്റി വേണമെങ്കിൽ കുറച്ച് വെക്കാം. അങ്ങനെ പല ഓപ്ഷനുകളൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സിമ്പിളാണ്. പിക്സൽ ലാബിൻ്റെ എല്ലാ ടൂളുകളും നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അടുത്തത് ഗാലറിയിൽ നിന്ന് നമുക്ക് ഇമേജ് ലെയറുകളും അതുപോലെ ഇമേജ് സ്റ്റിക്കറുകളൊക്കെ ഗാലറിയിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷനാണ്. അടുത്ത ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതായത് നമുക്ക് ആവശ്യമുള്ളത് ഡ്രോ ചെയ്യാം. അതിനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കുറേ ഓപ്ഷനുകളുണ്ട്. നമ്മൾ ഡ്രോ ചെയ്ത ഇൻസൈഡ് ഫില്ലാവാൻ, അതുപോലെ ഡാഷ് ലൈന് വരയ്ക്കാനുള്ള ഓപ്ഷൻ, അതുപോലെ നമ്മൾ ഈ വരക്കുന്ന ലൈനിന് ഒരു നിയോൺ എഫക്റ്റ് ലഭിക്കാൻ നിയോൺ എഫക്റ്റ് ലഭിച്ചിട്ടുണ്ടല്ലേ, അതൊക്കെ സെറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. അടുത്തത് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ സേവ് ആസ് ഇമേജ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തോളൂ. നമ്മൾ ചെയ്ത വർക്ക് ഗാലറിയിലായിട്ട് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സേവ് ആസ് പ്രൊജക്റ്റ് എന്ന് സേവ് ചെയ്താൽ നമുക്ക് ഈ പ്രൊജക്റ്റ് നമ്മൾ ചെയ്ത വർക്ക് ഒരു പ്രൊജക്റ്റ് ഫയലായിട്ട് ഇവിടെ സേവ് ചെയ്യും. അതെന്താണ്, നമുക്ക് പിന്നീട് റീ എഡിറ്റ് ചെയ്യാനൊക്കെ അത് ഉപയോഗിക്കാം. പിന്നെ ഷെയർ ഐക്കണാണ് നമ്മുടെ ഈ പോസ്റ്റർ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ പിന്നെ കോട്ടസുകളുണ്ട്. ഇതിൽ കുറേ കോട്ടുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് പോസ്റ്ററുകളൊക്കെ ഉപകരിക്കും. മോട്ടിവേഷൻ, സക്സസ്, ഫ്രണ്ട്ഷിപ്പ്, ഹാപ്പിനെസ്, ഇൻസ്പിറേഷൻ, പോസിറ്റിവിറ്റി അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതാണ് ഇതിലുള്ളത്. അപ്പം നമ്മൾ ഈ ബ്ലൂ ബാറിലുള്ള ടൂളുകളെയൊക്കെ പരിചയപ്പെടുത്തി. ഇതിനെ നമ്മൾ ക്വിക്ക് ഓപ്ഷൻ ബാർ എന്നാണ് വിളിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ചെയ്യാനുള്ള ടൂളുകളും ഓപ്ഷനുകളൊക്കെയാണ് മേലെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴോട്ടുള്ള ഓപ്ഷനുകളെ പരിചയപ്പെടാം. താഴെ ഫസ്റ്റ് 3 റൗണ്ടുകളുള്ള ഇത് കാണാം. ഇവിടെ കുറേ പ്രീസെറ്റ്സുകളാണുള്ളത്. നമുക്ക് ആവശ്യാനുസരണം പ്രീസെറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. നിങ്ങളിത് സെലക്ട് ചെയ്യുക, നിങ്ങൾ ചെയ്തത് ലോസ്റ്റ് ആവും, നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ള ഒരു കൺഫർമേഷൻ ഇതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചെയ്ത വർക്ക് നമുക്ക് നഷ്ടപ്പെടും. പക്ഷേ എന്നിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. ഈ പ്രീസെറ്റ്സുകൾ അതിനുള്ള ഓപ്ഷനാണിത്. ഈ ഓപ്ഷനിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ടെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. എന്നിട്ട് ആ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. പൊസിഷനും സൈസും. ഇനി പാഡിങ് ആണ്. ടെക്സ്റ്റിൻ്റെ പാഡിങ്, റൈറ്റ് പാഡിങ് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷനുകളാണ് ഇതിലുള്ളത്. അത്രേ ഉള്ളൂ. അടുത്ത കളർ കൊടുക്കാനുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ടെക്സ്ചർ കൊടുക്കാനുള്ളത് ഗാലറിയിൽ നിന്ന് നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ടെക്സ്റ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ലെയറിനോ ടെക്സ്ചറായിട്ട് കൊടുക്കാനുള്ള ഓപ്ഷനാണിത്. ഓക്കെ. അടുത്ത ഒപ്പാസിറ്റി കുറക്കാനുള്ള ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ടെക്സ്റ്റ് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ മാസ്ക് ചെയ്യാൻ, അത് നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് ആവശ്യാനുസരണം മാസ്ക് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. അടുത്തത് ഫോണ്ട്. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ടൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുള്ള ഓപ്ഷനാണ് ഈ ഫോണ്ട്. അതിൽ നമുക്ക് കുറേയേറെ ഫോണ്ടുകൾ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള ഫോണ്ടുകൾ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ സ്റ്റൈലാണ്. സ്റ്റൈൽ നമ്മൾ ടെക്സ്റ്റ് ബോൾഡ് ആക്കാൻ, അതുപോലെ ഇറ്റാലിക് ആക്കാൻ, പിന്നെ ടെക്സ്റ്റിൻ്റെ അണ്ടർലൈൻ കൊടുക്കാൻ, അത് എന്താ നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓക്കെ ആക്കാം. അതുപോലെ കർവ് ഓപ്ഷൻ, അതിനുള്ള ഓപ്ഷനാണിത്. അതുപോലെ നമ്മൾ ടെക്സ്റ്റിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുള്ള ഓപ്ഷനാണിത്. അടുത്ത നമ്മൾ ടെക്സ്റ്റ് അലൈൻ ചെയ്യാൻ ഉള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊന്ന് എഡിറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ 3 ടെസ്റ്റ് ആയി. ടെസ്റ്റും ന്യൂ ടെക്സ്റ്റും അങ്ങനെ 3 ലൈനുകളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ അലൈൻ ചെയ്യണം. അതായത് സൈഡ് റൈറ്റ് എന്നും അതുപോലെ സെൻട്രലായിട്ട് അലൈൻ ചെയ്യാം, ലെഫ്റ്റിലായിട്ട് അലൈൻ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനാണത്. അടുത്ത നമ്മൾ ടെക്സ്റ്റിൽ സ്പേസിങ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാകും. അതിനുള്ള ഓപ്ഷനാണിത്. അടുത്ത ഓപ്ഷൻ ടെക്സ്റ്റിന് സ്ട്രോക്ക് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ ഷാഡോ, ടെക്സ്റ്റിന് ഷാഡോ എഫക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇനി ഇന്നർ ഷാഡോ കൊടുക്കാൻ, ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഷാഡോ കൊടുക്കാനുള്ള ഓപ്ഷനാണിത്. ടെക്സ്റ്റ് എംബോസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഓക്കെ, ഇത് പ്രൊസെറ്റീവ്. റൊട്ടേറ്റ്, നമ്മുടെ ടെക്സ്റ്റ് 3D ടൈപ്പായിട്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. ഈ 3D ടെക്സ്റ്റിന് 3D എഫക്റ്റ് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷനാണിത്. ഓക്കെ, ഇത് 3D ഷാഡോ. ഇവിടെ ഷാഡോ, ടെക്സ്റ്റിന് ഷാഡോ കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇത്. ഇത് വെച്ച് നമുക്ക് ഷാഡോ കൊടുക്കാം. അതുപോലെ റിഫ്ലക്ഷൻ ഉണ്ടല്ലേ, താഴെ റിഫ്ലക്ഷനായിട്ട് ടെക്സ്റ്റ് വരും. അതിനുള്ള ഓപ്ഷനാണിത്. അപ്പം ഇവിടെ ഇത്ര ടൂളുകളാണുള്ളത്. നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. ഇവിടെ നമുക്ക് സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റിക്കറുകളൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തത് ഗാലറിയിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഗാലറിയിൽ നിന്നും ഇമേജ് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്ക് ആവശ്യാനുസരണം കളറുകളൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ നോക്കിയിട്ട് ആവശ്യാനുസരണം ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ. അടുത്തത് ഷേപ്സുകളാണ്. ഒട്ടേറെ ഷേപ്സുകളുണ്ട് ഇതിൽ. നമുക്ക് ഷേപ്സുകളൊക്കെ വെച്ച് പോസ്റ്റർ ചെയ്യുമ്പോൾ വളരെ ഉപകരിക്കുന്ന ഒരു ഓപ്ഷനാണിത്. അടുത്തത് ഈ ഓപ്ഷൻ, ഇത് നമുക്ക് വളരെ ഉപകരിക്കുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ഞാൻ ഇതിനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ ഒരു ലൈൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് കോപ്പി കൊടുക്കാം. ഒരു പാറ്റേൺ ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് വളരെ ഉപകരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇത്. നെക്സ്റ്റ് ആരോസുകളാണ്. നമ്മുടെ പോസ്റ്ററിലുള്ള ആരോസൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. ഇങ്ങനെയാണ് ഇതിലുള്ള ഓപ്ഷനുകൾ. പിന്നെ ഇതിലുള്ള ഓരോ സ്റ്റിക്കർ അതുപോലെ ഷേപ്സ് അതിനൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അത് എഡിറ്റ് ചെയ്യാനും അതുപോലെ ക്രോപ്പ് ചെയ്യാനും കോപ്പി ചെയ്യാനും അതുപോലെ ഫ്രണ്ട് ബാക്ക് ഈ ലെയറുകൾ ഫ്രണ്ടും ബാക്കൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഇവിടെ വരും. ആ ലെയർ സെലക്ട് ചെയ്താൽ അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിനുള്ള ഓപ്ഷനുകളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. അത്ര ഓപ്ഷനുകൾ തന്നെ ഇതിനൊക്കെ വരുന്നുണ്ട്. അടുത്തത് 2 റൗണ്ട് റെക്റ്റാങ്കിളുകളുള്ള ഇത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇത് കാണും. അതായത് ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ്. അതായത് നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ്. ഇവിടെ കളർ ചെയ്താൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് കളർ സെലക്ട് ചെയ്യാം.
അതിന് ട്രാൻസ്പെറമെൻ്റ്, അതായത് PNG, ഇതൊക്കെ ഇപ്പോൾ ഈ ക്യാൻവാസ് നിങ്ങൾ കാണുന്നത് ഒരു PNG ആയിട്ട്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ട്രാൻസ്പെറൻറ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇമേജിൻ്റെ സൈസ് അത് ഏതാണെന്ന് കറക്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇമേജിൻ്റെ സൈസ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഒരു ഇമേജ് ഇവിടെ കുറേ ഇമേജുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതുപോലെ നമ്മുടെ ഇമേജിനെ ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. നമുക്ക് ആവശ്യാനുസരണം ക്രോപ്പ് ചെയ്തൊക്കെ വെക്കാൻ സാധിക്കും. ഓക്കെ, അടുത്തത് ഗാലറിയിൽ നിന്നും ഇമേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഗാലറിയിൽ നിന്നും ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. അടുത്ത നമുക്ക് ക്യാമറ ഉപയോഗിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷനാണ് ഇത്. ഓക്കെ, ഇങ്ങനെയുള്ള ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമുക്കൊരു ഇമേജ് സെലക്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും എങ്ങനെ എന്താണെന്നൊക്കെ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ. അതിനുള്ള ഓപ്ഷനാണിത്. ഒരു വിൻറ്റേജ് എഫക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഇത്. ഓക്കെ, അതുപോലെ നോയ്സ്, നമ്മുടെ നോയ്സ് എഫക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. സ്ട്രിപ്സ് ആഡ് ചെയ്യാം, അതിനുള്ള ഓപ്ഷനാണിത്. നമുക്ക് സ്ട്രിപ്പ് വേണ്ട. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറക്കാനും സാധിക്കും. അതുപോലെ കോൺട്രാസ്റ്റ് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷനാണിത്. ഹ്യൂ ഷിഫ്റ്റ് ചെയ്യാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഹ്യൂ ഇങ്ങനെ മാറ്റി കൊടുക്കുന്നത് കളർ മാറും. അതാണ് ഈ ഓപ്ഷൻ. സാച്ചുറേഷൻ കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷനാണിത്. ഈ ടൂളുകളൊക്കെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ അതായത് ഈ ടൂളുകൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അതിനുള്ള മറുപടി ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. നമ്മൾ പെട്ടെന്ന് ഒരു ടൂളുകൾ പെട്ടെന്ന് ഒരു വീഡിയോയിൽ എങ്ങനെ പരിചയപ്പെടുത്താം ആ രീതിയിലാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ പെട്ടെന്ന് ടൂളുകളെ എല്ലാം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോയി, അത്രേ ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ഇനി ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും. ഇനി നമുക്ക് ഇതിലെങ്ങനെ ഫോണ്ട് ആഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യും. അതുപോലെ നമ്മൾ എങ്ങനെ വെറും നമ്മൾ ടൂളുകൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ടൂളുകൾ എന്നുള്ളത് അതിൻ്റെ ബേസ് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ടൂളുകൾ മാത്രം പഠിച്ചാൽ പോരാ. ഇനി എങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനെ പറ്റിയുള്ള വീഡിയോ അടുത്ത എപ്പിസോഡിൽ അതുമായിട്ടാണ് നമ്മൾ വരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവരും കാണണം. എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.